പറവൂർ നഗരസഭയിൽ നിന്നും കാണാതായ ആധാരങ്ങളിൽ ചിലത് കണ്ടെത്തി. സ്റ്റോർ റൂമിലെ ചെസ്റ്റിൽ നിന്നുമാണ് 14 രേഖകൾ കണ്ടെത്തിയത്. എല്ലാ ആസ്തികളുടെയും ആധാരങ്ങൾ കണ്ടെത്തി രജിസ്റ്റർ തയ്യാറാക്കി സൂക്ഷിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് ടി.വി. നിതിൻ. ആധാരങ്ങളിൽ ചിലതിന്റെ എഴുത്തുകൾ പഴയ ലിപിയായതിനാലും പേജുകൾ ക്രമപ്രകാരമല്ലാത്തതിനാലും ഏതൊക്കെയെന്ന് കൃത്യമായി തിട്ടപ്പെടുത്തിയിട്ടില്ലെന്നാണ് അധികൃതർ പറയുന്നത്. ഏതാനും മാസം മുൻപ് ഇതേ ചെസ്റ്റ് പരിശോധിച്ചെങ്കിലും അന്ന് ആധാരങ്ങൾ ലഭിച്ചിരുന്നില്ല. പെരുമ്പടനം മത്സ്യച്ചന്ത, പുല്ലംകുളം ചെറുകിട വ്യവസായ കേന്ദ്രം, നമ്പൂരിയച്ചൻ ആൽപരിസരത്തെ ടാക്സി സ്റ്റാൻഡ് കം ഷോപ്പിംഗ് കോംപ്ലക്സ് എന്നിവയുടെ ആധാരം ലഭിച്ചിട്ടുണ്ട്. നഗരസഭ ഓഫീസ്, മുനിസിപ്പൽ സ്റ്റേഡിയം, വെടിമറ മാലിന്യ സംഭരണ കേന്ദ്രം, കണ്ണൻകുളങ്ങര ഷോപ്പിംഗ് കോംപ്ലക്സ് തുടങ്ങിയവയുടെ ഇനിയും കിട്ടാനുണ്ട്. 20ഓളം ആധാരങ്ങളാണ് കാണാതായത്. ഇതിനു മുൻപ് ചെസ്റ്റ് പരിശോധിച്ചപ്പോൾ കാണാതിരുന്ന ആധാരങ്ങൾ പ്രത്യേക പരിശോധനയിൽ കണ്ടെത്തിയതിനാൽ ആധാരങ്ങൾ മനഃപൂർവ്വം മാറ്റിയതാണോ എന്ന സംശയവും ഉയരുന്നുണ്ട്. നഗരത്തിലെ ചില നഗരസഭാ ഭൂമികളിൽ കയ്യേറ്റങ്ങൾ നടന്നിട്ടുണ്ടെന്നും കയ്യേറ്റക്കാർക്ക് സഹായം ചെയ്യാനാണോ ആധാരങ്ങൾ ഒളിപ്പിച്ചതെന്ന് അന്വേഷിക്കണമെന്ന് സ്വതന്ത്ര കൗൺസിലർ ജോബി പന്നിക്കാരൻ ആവശ്യപ്പെട്ടു. ആധാരങ്ങളുടെ പരിശോധന ഇന്ന് രാവിലെ മുതൽ ആരംഭിച്ചിട്ടുണ്ട്. പരിശോധന തുടങ്ങി ഒരു 15 നിമിഷം കഴിഞ്ഞപ്പോൾ കുറച്ച് ആധാരങ്ങൾ കണ്ടെത്താൻ കഴിഞ്ഞു. മുനിസിപ്പൽ സെക്രട്ടറിയും മുനിസിപ്പൽ സൂപ്രണ്ടും അടക്കമുള്ള ആളുകൾ കഴിഞ്ഞ 1.5 മാസക്കാലമായി ചെസ്റ്റ് അടക്കമുള്ള സ്ഥലങ്ങളിൽ വളരെ വിശദമായി അരിച്ച് പരിശോധിച്ചിട്ടും കണ്ടെത്താത്ത ആധാരങ്ങളുടെ ഒരു ഭാഗം ഇന്ന് 15 മിനിറ്റ് കൊണ്ട് അതേ ചെസ്റ്റിൽ നിന്ന് കണ്ടെത്താൻ കഴിഞ്ഞു എന്നാണ് ഇപ്പോൾ പറയുന്നത്. അവിടെയാണ് വളരെ ദുരൂഹത ഉയർന്നു വരുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ സമരം കിടന്നതിന് ശേഷം മാത്രമാണ് ഈ അന്വേഷണത്തിന് ഭരണസമിതി തയ്യാറായത്. എല്ലാ ആസ്തികളുടെയും ആധാരങ്ങൾ കണ്ടെത്തി രജിസ്റ്റർ തയ്യാറാക്കി സൂക്ഷിക്കണമെന്ന് പറവൂർ നഗരസഭ പ്രതിപക്ഷ നേതാവ് ടി.വി. നിതിൻ ആവശ്യപ്പെട്ടു. ഇന്ന് ഞായറാഴ്ച എല്ലാ ചെയർമാനും വൈസ് ചെയർമാനും അതുപോലെ സന്നിമതി ചെയർമാന്മാരും കൗൺസിലർമാരും അവരുടെ നേതൃത്വത്തിൽ ഇവിടെ സെക്രട്ടറിയും റവന്യൂ സൂപ്രണ്ട് പിന്നെ ജനറൽ സൂപ്രണ്ട് ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർക്കും കൂടെ ചാർജ് കൊടുത്തുകൊണ്ട് ഇന്നത് തിരയുണ്ടായിട്ടുണ്ട്. അപ്പോൾ കുറേ ആധാരങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഏതൊക്കെയാണ് എന്താണെന്നുള്ളത് ലിസ്റ്റ് ഔട്ട് ആക്കി വരുന്നതേ ഉള്ളൂ. ഇതുപോലെ ക്ഷമയോട് ശാന്തതയോട് പരിശോധിക്കും. ഒട്ടേറെ ഫയലുണ്ട്. ഇപ്പോൾ നിങ്ങൾ കണ്ടല്ലോ, സ്റ്റോർ റൂമിൽ തന്നെ ഒട്ടേറെ ഫയലുണ്ട്. അപ്പോൾ ആ എല്ലാ ആധാരം കൂടി ഇപ്പോൾ നമുക്ക് കിട്ടിയപ്പോൾ ഒരു ഫയൽ എല്ലാ ആധാരങ്ങളും 12ഓളം വരുന്ന ആധാരങ്ങളാണ് കെട്ടിൽ കിട്ടി. അപ്പോൾ അതിൽ ആരും മനഃപൂർവ്വമായി മാറ്റി വെച്ചായിരിക്കില്ല. ഒരു പക്ഷേ ഇതിപ്പോൾ ഇന്ന് കഴിഞ്ഞ ദിവസം ഉണ്ടായ കൗൺസിലിൽ ചെയർപേഴ്സൺ ഉണ്ടായിരുന്നത് ഞാനാണ് അന്ന് ചെയർ ചെയ്തത്. അപ്പോൾ എനിക്കും തോന്നി അത് എന്തായാലും ഒന്ന് കണ്ടുപിടിക്കുന്നുണ്ട്. അപ്പോൾ തന്നെ സെക്രട്ടറിയോടും സൂപ്രണ്ടുമാരോടും പറഞ്ഞു, നിങ്ങളുടെ ജീവനക്കാർ സഹിതം ഇതൊന്ന് അരിച്ചു പറയണമെന്നാണ് എൻ്റെ കാര്യം. കണ്ടെത്തുക എന്നുള്ളതാണ് അത് ഈ നഗരസഭയുടെ ഒരു ആവശ്യമാണ്. ന്യൂസ് ബ്യൂറോ, പറവൂർ. സ്വർണം മണപ്പുറം ലോക്കറിൽ വെക്കൂ. ഓൺലൈൻ ഗോൾഡ് ലോൺ ആപ്പും ഡൗൺലോഡ് ചെയ്യൂ. സ്വർണം മണപ്പുറം ലോക്കറിൽ വെക്കൂ. നിങ്ങളും അങ്ങനെ സ്മാർട്ട് ആകൂ. എവിടെയും എപ്പോഴും സ്മാർട്ട് ആകൂ. മണപ്പുറം ഓൺലൈൻ ഗോൾഡ് ലോൺ സ്മാർട്ടാണ്.